പ്രിയപ്പെട്ട പോളിടെക്നിക് വിദ്യാർത്ഥികളെ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ സെക്കൻഡ് സെമിസ്റ്ററിലെ മാനുഫാക്ചറിംഗ് ടെക്നോളജിയുടെ മൂന്നാമത്തെ മൊഡ്യൂളിനെ ആസ്പദമാക്കിയുള്ള ക്വിക്ക് റിവിഷനിലോട്ട് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം സ്ലൈഡിലോട്ട് കിടക്കാം. പ്രധാനമായിട്ടും ജോയിനിങ് രീതിയിലുള്ള മാനുഫാക്ചറിങ് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. വെൽഡിംഗ് പ്രോസസ്സ്, അതിൽ ജോയിനിങ് രീതിയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് വെൽഡിംഗ് പ്രോസസ്സ്, ഏതൊക്കെ രീതിയിലുള്ള വെൽഡിംഗ് പ്രോസസ്സുകൾ ഉണ്ട്, എങ്ങനെയൊക്കെയാണ് അത് വ്യത്യാസപ്പെടുന്നത്, അതിന്റെ ഫിഗറുകൾ, അതിൽ ഉൾപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഗ്യാസ് വെൽഡിങ്ങിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ഗ്യാസ് വെൽഡിങ്ങിൽ രൂപപ്പെടുന്ന 3 രീതിയിലുള്ള ഫ്ലെയിമുകൾ പ്രധാനമായിട്ട് ഫോം ചെയ്യുന്ന ആ ഫ്ലെയിമുകളെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. വേരിയസ് ആർക്ക് വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ്, തെർമിറ്റ് വെൽഡിംഗ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, റെസിസ്റ്റൻസ് വെൽഡിങ്ങിനെയും തെർമിറ്റ് വെൽഡിങ്ങിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ അതേപോലെ വെൽഡിംഗ് ഇലക്ട്രോഡ്, വേരിയസ് വെൽഡിംഗ് പൊസിഷൻസ്, പ്രധാനമായിട്ടും വെൽഡിംഗ് പൊസിഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതേപോലെ ബ്രേസിംഗ്, സോൾഡറിംഗ് എന്നിങ്ങനെ 2 രീതിയിലുള്ള ജോയിനിങ് രീതികളുണ്ട്. ഇവയെ പറ്റിയിട്ടുള്ള കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. വെൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വസ്തുവിനെ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വെൽഡിംഗ് ചെയ്യുന്നത്. ജോയിനിങ് 2 or more, രണ്ടോ രണ്ടിലധികമോ വസ്തുക്കളെ തമ്മിൽ സിമിലറോ ഡിസിമിലറോ ആയിട്ടുള്ള മെറ്റൽസിനെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. അവന് നമ്മൾ അവിടെ ആവശ്യത്തിനുള്ള ഹീറ്റ് വേണം, സ്യൂട്ടബിൾ ടെമ്പറേച്ചർ, അല്ലെ, ഓർ വിത്ത് ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ അപ്ലൈ ചെയ്തിട്ടോ അപ്ലൈ ചെയ്യാതെയോ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. വിത്ത് ഓർ വിതൗട്ട് ദ യൂസ് ഓഫ് ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിച്ചോ ഉപയോഗിക്കാതെയോ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. വിതൗട്ട് യൂസ് ഓഫ് ഫ്ലെക്സ് ഉപയോഗിച്ചോ ഉപയോഗിക്കാതെയോ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. വിതൗട്ട് യൂസ് ഓഫ് ഇലക്ട്രോഡ് ഉപയോഗിച്ചോ ഉപയോഗിക്കാതെയോ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. വളരെ സിമ്പിൾ ആക്കി ലഘുവാക്കി പറയുകയാണെങ്കിൽ പ്രോസസ് ഓഫ് ജോയിനിങ് 2 or more സിമിലർ ഓർ ഡിസിമിലർ മെറ്റൽസ് ബൈ ഹീറ്റിംഗ് ദം, അതിനെയാണ് നമ്മൾ വെൽഡിംഗ് എന്ന് പറയാം. വെൽഡിങ്ങിന്റെ പ്രധാനമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഫ്യൂഷൻ വെൽഡിംഗ് അല്ലെങ്കിൽ നോൺ പ്രഷർ വെൽഡിംഗ് എന്നാണ് ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയാം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പ്രഷർ വെൽഡിംഗ് എന്നാണ് പറയാം. അപ്പൊ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നോൺ പ്രഷർ വെൽഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പ്രത്യേകിച്ച് പ്രഷർ ഒന്നും എക്സേർട്ട് ചെയ്യുന്നില്ല. പ്രഷർ അപ്ലൈ ചെയ്യാതെ അല്ലെങ്കിൽ പ്രഷർ കൊടുക്കാതെ ആണ് ഇത്രയും വെൽഡിങ്ങുകൾ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി പ്രഷർ അപ്ലൈ ചെയ്തിട്ടുകൊണ്ട് നമുക്ക് വെൽഡ് ചെയ്തെടുക്കാം. ആ രീതിയിലുള്ള വെൽഡിങ്ങുകളെ പ്രഷർ വെൽഡിംഗ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൽ വരുന്നതാണ് ആർക്ക് വെൽഡിങ്, ഗ്യാസ് വെൽഡിങ്, തെർമിറ്റ് വെൽഡിങ്. ഇതൊക്കെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഈ ആർക്ക് വെൽഡിങ് തന്നെ ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഉണ്ട്, സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ് ഉണ്ട്, ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ് ഉണ്ട്, മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ് ഉണ്ട്. അതിങ്ങനെ വ്യത്യസ്തങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഗ്യാസ് വെൽഡിംഗ് വേറെ തന്നെയാണ്. ഇതിവിടെ ഇതിന്റെ അണ്ടറിലാണ് വരുന്നത് കേട്ടോ, ആർക്ക് വെൽഡിങ്ങിന്റെ അണ്ടറിലാണ് വരുന്നത്. ഗ്യാസ് വെൽഡിങ്, അപ്പൊ നമ്മുടെ ഓക്സി അസറ്റിലിംഗ് ഗ്യാസ് വെൽഡിംഗ് ഒക്കെ ഉണ്ട്. തെർമിറ്റ് വെൽഡിംഗ് മറ്റൊരു വെൽഡിംഗ് രീതിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള വെൽഡിംഗ് പ്രോസസ്സുകളിലൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രഷർ അപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ നോൺ പ്രഷർ വെൽഡിംഗ് എന്ന് പറയാം. ഇനി മറ്റൊരു രീതിയാണ് പ്രഷർ അപ്ലൈ ചെയ്തിട്ടുള്ള രീതി. ആ പ്രഷർ അപ്ലൈ ചെയ്തിട്ടുള്ള രീതികളിൽ വരുന്ന ടൈപ്പുകളാണ് റെസിസ്റ്റൻസ് വെൽഡിംഗ്. സ്പോട്ട് വെൽഡിംഗ്, സീം വെൽഡിംഗ്, പ്രൊജക്ഷൻ വെൽഡിംഗ് എന്നിങ്ങനെ പ്രധാനപ്പെട്ട 3 വെൽഡിങ്ങുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ആർക്ക് വെൽഡിംഗ്, ആർക്ക് ഫോം ചെയ്തിട്ട് വെൽഡ് ചെയ്തെടുക്കുന്ന രീതി, അതാണ് ഇവിടെ ആർക്ക് വെൽഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആർക്ക് വെൽഡിങ്ങിലെ പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് വർക്ക്ഷോപ്പിൽ ചെയ്ത പരിചയം വെച്ചിട്ട് തന്നെ ഓർത്തെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ആർക്ക് വെൽഡിങ്ങിന്റെ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു പോയിന്റ് ആണ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുന്നത്. ഇതാണ് ഇതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വിശദീകരണം. ആർക്ക് വെൽഡിംഗ് എന്താന്നുള്ള ഇവിടെ പറയുന്നത്. ആർക്ക് വെൽഡിങ്ങിനെ പറ്റിയിട്ട് ഒരു ഫിഗർ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. സബ്മർജ് ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പറയുന്നുണ്ട്. അപ്പൊ അതിനെ ആസ്പദമാക്കിയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഫിഗർ ആണ് ഇത്. അപ്പൊ ഇത് വരച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിനെ വിശദീകരണം കൊടുത്തിട്ട് ആൻസർ എഴുതാവുന്നതാണ്. ആർക്ക് വെൽഡിംഗ് മെഷീനിൽ നമുക്ക് AC ട്രാൻസ്ഫോമറുകൾ, DC ജനറേറ്ററുകൾ ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.
കമ്പാരിസൺ ബിറ്റ്വീൻ എ സി ആർക്ക് വെൽഡിംഗ് അതേപോലെ ഡി സി ആർക്ക് വെൽഡിംഗ്. എ സി ആർക്ക് വെൽഡിങ്ങും ഡി സി ആർക്ക് വെൽഡിങ്ങും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പൊ അത് കമ്പാരിസൺ എന്ന് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ രീതിയിൽ കോളം വരച്ചിട്ട് തന്നെ എഴുതണം. പല പല വിദ്യാർത്ഥികളും ചെയ്യുന്ന ഒരു രീതി ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുന്നുണ്ട്. കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഇതാണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതി, ഇങ്ങനെ തന്നെ എഴുതണം. കഴിയുന്നുണ്ടെങ്കിൽ പാരാമീറ്റർ എന്നുള്ളൊരു കോളം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. ഡി സി ആർക്ക് വെൽഡിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഗുണങ്ങളും അല്ലെങ്കിൽ എ സി ആർക്ക് വെൽഡിങ്ങിനായിട്ട് താരതമ്യം ചെയ്യുമ്പോഴുള്ള വ്യത്യാസങ്ങൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ എ സി ആർക്ക് വെൽഡിങ്ങിനുള്ള അതിൻ്റെതായ കമ്പാരിസൺ ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുമ്പോൾ ചെയ്യണം. ഇനി ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ പൊളാരിറ്റീസ്. ഇപ്പോൾ ഡി സി സ്ട്രെയിറ്റ് പൊളാരിറ്റി അല്ലെങ്കിൽ ഓർത്തെക്കാൻ വേണ്ടി സ്ട്രെയിറ്റ് പൊളാരിറ്റി എന്ന് പറയാം. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ സ്ട്രെയിറ്റ് പൊളാരിറ്റി കഴിഞ്ഞിട്ടുള്ള മറ്റൊരു പൊളാരിറ്റി പഠിക്കാനുള്ളത് റിവേഴ്സ് പൊളാരിറ്റിയാണ്. റിവേഴ്സ് പൊളാരിറ്റി. ഇപ്പൊ ഇത് രണ്ടും പഠിച്ചു വെക്കാനും വേണ്ടിയിട്ട് ചെറിയൊരു ഹിന്റ് തരാം, ഓർത്തെക്കാനും വേണ്ടി മാത്രം. ഇപ്പൊ ഇലക്ട്രോഡ് ശ്രദ്ധിക്കാം. ഇലക്ട്രോഡ് നമ്മൾ നെഗറ്റീവ് ഡി സി ആയതുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. നെഗറ്റീവിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്? സ്ട്രെയിറ്റ് പൊളാരിറ്റി. സ്ട്രെയിറ്റ് പൊളാരിറ്റി ഇത് മാത്രം ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. നെഗറ്റീവ് ഇലക്ട്രോഡിലും അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് നമ്മൾ വർക്ക് പീസിലും. പിന്നെ നമുക്ക് ഇതിന്റെ അകത്തുള്ള ചെറിയ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് അവിടെ ആർക്ക് ഫോം ചെയ്യാൻ പറ്റും. ടച്ച് ആയാൽ ആർക്ക് ഫോം ചെയ്യില്ല, വളരെ അകലത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിലും ആർക്ക് ഫോം ചെയ്യില്ല. ഒരു നാരോ ഗ്യാപ്പ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യണം, അപ്പോൾ മാത്രമേ നമുക്ക് അവിടെ ആർക്ക് ഫോം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്, നെഗറ്റീവില് ഇലക്ട്രോഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ വേണമെങ്കിൽ ഇലക്ട്രോണിന്റെ ചാർജ് ഓർത്തിച്ചാൽ മതി, നെഗറ്റീവ് അങ്ങനെങ്കിലും ഒന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇപ്പൊ സ്ട്രെയിറ്റ് പൊളാരിറ്റി അതാണ് നെഗറ്റീവ് ഇലക്ട്രോഡ് കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ റിവേഴ്സ് പൊളാരിറ്റി, അവിടെ വന്ന വ്യത്യാസം ശ്രദ്ധിക്കുക. നെഗറ്റീവ് നമ്മൾ എവിടെ കൊടുത്ത്? വർക്ക് പീസിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മറ്റേതിന്റെ നേരെ തിരിഞ്ഞു വരും. അപ്പൊ പോസിറ്റീവ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇലക്ട്രോഡിലാണ്. അപ്പോൾ റിവേഴ്സ് പൊളാരിറ്റിയും സ്ട്രെയിറ്റ് പൊളാരിറ്റിയും ഇങ്ങനെ ഫിഗറിന്റെ കാര്യം വരാതിരിക്കാനും വേണ്ടി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അതേപോലെ കുറച്ച് കണ്ടന്റ് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടും റിവേഴ്സ് പൊളാരിറ്റിയും സ്ട്രെയിറ്റ് പൊളാരിറ്റിയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കേസിന്റെ കാര്യം കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസ് മീൻസ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണ ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വെൽഡിംഗ് രീതിയാണ് ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. ഷീൽഡ് മെറ്റൽ, അതായത് ഇവിടെ ഈ ഒരു ഫിഗർ വരച്ചിട്ടാണ് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്. ബേസ് മെറ്റൽ ആണ് ഇത്. വെൽഡ് മെറ്റൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ലാഗ് കവറിങ് ഉണ്ട്. സ്ലാഗ് പറഞ്ഞാൽ വേസ്റ്റ് കണ്ടന്റ് ആണ്. നമ്മൾ അതിനെ ചിപ്പിംഗ് ഹാമർ ഒക്കെ ഉപയോഗിച്ചിട്ട് അവിടുന്ന് റിമൂവ് ചെയ്യും. ആയിട്ടുള്ള ഷീൽഡ്, ഇവിടെ ഷീൽഡ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, കോർ വയർ നമ്മുടെ ഇലക്ട്രോഡിനകത്ത് ഫില്ലർ മെറ്റീരിയൽ ആയിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ കോർ വയർ ഉണ്ടാവും. അതിന് ചുറ്റും നമ്മളൊരു ഫ്ലെക്സ് കോട്ടിങ് ഉണ്ടാവും. അപ്പൊ ഈ രൂപത്തിലായിരിക്കും അതിന്റെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടാവുക. അപ്പൊ അതിനൊരു വിശദീകരണം കൊടുക്കുമ്പോൾ ഫിഗർ വരയ്ക്കേണ്ടത് ഇതാണ്, ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ് കേട്ടോ. ഇതിന്റെ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്താണ് ഫ്ലെക്സ്. ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടും 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെയാണ്. പ്രിവെന്റിംഗ് ദി ഫോർമേഷൻ ഓഫ് ഓക്സൈഡ്സ് ആൻഡ് അതർ കണ്ടാമിനൻസ് ഇൻ വെൽഡിംഗ്. ഓക്സൈഡുകളും അതർ കണ്ടാമിനൻസും വെൽഡിങ്ങിൽ ഫോം ചെയ്യാതിരിക്കാൻ, പ്രിവെന്റ് ചെയ്യാൻ തടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഭവങ്ങൾ ഫോം ചെയ്യും. ഓക്സൈഡുകളും അതേപോലെ കണ്ടാമിനൻസും ഫോം ചെയ്യും. അതൊരു ഡിഫക്റ്റ് ആയി മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓക്സൈഡുകളോ കണ്ടാമിനൻസും ഫോം ചെയ്യരുത്, അതിനെ തടയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്ലെക്സ് യൂസ്. ആ ഫോർമേഷനെ തടയാൻ വേണ്ടിയിട്ടാണ് ഫ്ലെക്സ് ഉപയോഗിക്കുന്നത്. വിവിധ രീതിയിലുള്ള ഫ്ലെക്സുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി വിശദമായിട്ടുള്ള രീതിയിൽ ഫങ്ഷൻസ് ഓഫ് ഫ്ലെക്സ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഫ്ലെക്സിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്ലെക്സ് കേട്ടോ. ഷീൽഡിന്റെ മെറ്റൽ ആർക്ക് വെൽഡിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു വെൽഡിംഗ് രീതിയാണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്. ഇതുപോലെ നമ്മുടെ ഫ്ലെക്സ് കൊടുക്കുന്ന രീതി ഇവിടെ വ്യത്യാസമുണ്ട്. തൊട്ട് മുമ്പ് പറഞ്ഞ രീതിയിൽ നമ്മൾ ഇലക്ട്രോഡിന്റെ മുകളിൽ കോട്ട് ചെയ്തിട്ടായിരുന്നു ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ മൊത്തത്തില് ടോട്ടലി ഡിഫറെന്റ് ആണ്. അതായത്
ഗ്രാന്യൂൾസ് രൂപത്തിലാണ് ഇവിടെ ഫ്ലെക്സ് കൊടുക്കുന്നത്. ഗ്രാന്യൂൾസ് തരികളായിട്ടാണ് കൊടുക്കുന്നുണ്ടാവുക. ഇതിന്റെ താഴെ വെൽഡിങ് നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ആർക്ക് ഫോം ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പുറമേക്ക് കാണാൻ സാധിക്കില്ല, വെളിയിലേക്ക് കാണാൻ പറ്റൂല. സബ്മേർജ് ചെയ്തിട്ട രീതിയിൽ ഇങ്ങനെ മുങ്ങിയൊക്കെ താന്ന് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയാണ് ഈ സബ്മേർജ്ഡ് വെൽഡിങ് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫിഗർ കൃത്യമായിട്ട് വരച്ച് പഠിക്കാം. ഈ ഫിഗർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വിശദീകരണം എന്ന രീതിയിൽ ചോദിക്കാം. അപ്പൊ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ അത് ഗ്രാനുൾസ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗം ഉണ്ടാവും. അവിടെ ഇലക്ട്രോഡ് ഉൾപ്പെടുന്ന മറ്റൊരു ഭാഗം ഉണ്ടാവും. ബാക്കിയൊക്കെ ബേസ് മെറ്റൽ, വെൽഡിംഗ് പൂള്, അതേപോലെ തന്നെ മോൾട്ടൻ ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ, ഇതിൽ ഏത് ഫിഗറാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് സെലക്ട് ചെയ്തിട്ട് പഠിക്കുക. ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് മറ്റൊരു വെൽഡിംഗ് രീതിയാണ് ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ്. അതായത് ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫിക്സഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് അവിടെ കൺസ്യൂം ചെയ്യുന്നില്ല, അതായത് ഉരുക്കി പോകുന്ന ഫില്ലർ മെറ്റീരിയൽ ആയിട്ട് അവിടെ ഉപയോഗിക്കുന്നില്ല. ഒരു ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നു, ടങ്സ്റ്റൺ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. ഇനി ഇതിനോട്ട് നമ്മൾ ഇനേർട്ട് ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനേർട്ട് ഗ്യാസ് നമുക്ക് ഇവിടെ ഫ്ലെക്സ് ആയിട്ട് വേറെ ഒന്നും കാണാൻ സാധിക്കില്ല. നമ്മുടെ ഈ ഫ്ലെക്സ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഷീൽഡ് ആവരണം പോലെ ഫോം ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ആ ഫ്ലെക്സിന് പകരം ഇവിടെ ഉപയോഗിക്കുന്നത് ഇനേർട്ട് ഗ്യാസിനാണ്. ഇനേർട്ട് ഗ്യാസ് ഇവിടെ ഒരു ഷീൽഡിംഗ് ഗ്യാസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഫ്ലെക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് ഓക്സിഡേഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഷീൽഡ് ഫോം ചെയ്തത് കാരണം നമുക്ക് ഓക്സിജനുമായിട്ടുള്ള ഇന്ററാക്ഷൻ അല്ലെങ്കിൽ കോണ്ടാക്ട് തടയാൻ പറ്റും. അങ്ങനെ ഒരു ഷീൽഡ്, ഒരു ആവരണം ഇവിടെ ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലെക്സിന്റെ ആ ഒരു ഉപയോഗത്തിനെ മറികടക്കാൻ സാധിക്കും. ഫ്ലെക്സ് ഇല്ലെങ്കിലും ഈ ഗ്യാസ് അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താം എന്ന് മനസ്സിലാക്കാം. ഇനി ഫില്ലർ മെറ്റീരിയൽ ആയിട്ട് ഈ ഇലക്ട്രോഡ് കൺസ്യൂം ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല, പക്ഷെ നമുക്ക് ഇവിടെ ഫില്ലർ മെറ്റീരിയൽ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെൽഡ് റോഡിനെ വേറെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരച്ച് എഴുതാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഒന്നുകൂടി വിശദമായിട്ടുള്ള ഒരു ഫിഗർ ഇതാണ്. മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ്. ഇപ്പൊ ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വ്യത്യാസം ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ രണ്ട് വീലുകളും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെഷീൻ ഫീഡ് മെക്കാനിസം, ഒരു ഫീഡ് മെക്കാനിസം, വയറിനെ ഫീഡ് ചെയ്ത് കൊടുക്കുക, തള്ളി കൊടുക്കുക, നീക്കി കൊടുക്കാനുള്ള ഒരു മെക്കാനിസം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ റോഡ് ഇവിടെ കൺസ്യൂം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഫില്ലർ മെറ്റീരിയൽ ആയിട്ട് പോകുന്നുണ്ട് എന്നാണ്. അപ്പൊ ഇവിടെ നിങ്ങളെ തൊട്ട് മുമ്പത്തേല് ഇവിടെ ആയിരുന്നു അതിവിടെ. അപ്പോ ഇനേർട്ട് ഗ്യാസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനേർട്ട് ഗ്യാസിന്റെ ഉപയോഗം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഇവിടെ ഒരു ഷീൽഡ് ഫോം ചെയ്യുന്നു, അതായത് ഫ്ലെക്സിന്റെ ഉപയോഗം അതെന്താണോ അതന്നെ ഇവിടെ ചെയ്യുന്നത്. ഫ്ലെക്സ് എന്താണ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഓക്സിഡേഷനെ പ്രിവെന്റ് ചെയ്യാനും വേണ്ടിയിട്ട്, അല്ലെ? അപ്പൊ ഈ ഒരു ഗ്യാസ് ഇവിടെ ഉണ്ടാവുമ്പോ നമുക്ക് ഒരു ഷീൽഡ് അല്ലെങ്കിൽ ഒരു ആവരണം ഫോം ചെയ്യാൻ സാധിക്കും. അതുമൂലം നമുക്ക് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മളിവിടെ ഇനർട്ട് ഗ്യാസിനെ ഉപയോഗപ്പെടുത്തുന്നത്. ബാക്കി ഇവിടെ ഉള്ള എല്ലാ ഘടകങ്ങളും സെയിം തന്നെയാണ്. ഇവിടെ ഫില്ലർ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ വേറെ കൊടുക്കേണ്ടതില്ല, കാരണം ഇവിടെ ഇലക്ട്രോഡ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. വെൽഡിംഗ് പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. ഇത് ഫ്ലാറ്റ് വെൽഡിംഗ് പൊസിഷൻ, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, അതേപോലെ ഓവർ ഹെഡ് എന്നിങ്ങനെ 4 രീതിയിലുള്ള വെൽഡിംഗ് പൊസിഷനുകളുണ്ട്. അതിന് നമ്മൾ 1G, 2G, 3G, 4G എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാം. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഫിഗറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 6G കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്യാസ് വെൽഡിംഗ്. ഗ്യാസ് വെൽഡിങ്ങിൽ ഈ ഒരു പിക്ചർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്സി അസറ്റിലിക് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. ഫ്യൂൽ ഗ്യാസ് സിലിണ്ടർ, അതായത് ഓക്സി സിലിണ്ടർ, രണ്ടും ബ്ലാക്ക് എന്നാണ് കാണിച്ചിട്ടുള്ളത്. അത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 2 സിലിണ്ടർ ഉണ്ടാവും, അതിന്റെ മുകളിൽ പ്രഷർ റെഗുലേറ്റർ ഉണ്ട്, പിന്നെ അതേപോലെ ഒരു നോസിൽ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. കമ്പഷൻ ചേമ്പർ, നോസിൽ ഇങ്ങനെ വന്ന് ഫ്ലെയിം രൂപപ്പെടുത്തിയിട്ടാണ് നമ്മൾ വെൽഡിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പൊ ഇത് കളർ കോഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്സിജൻ സിലിണ്ടർ ബ്ലാക്ക് കളറിലായിരിക്കും, സിലിണ്ടർ സിലിണ്ടർ മറൂൺ കളറിലായിരിക്കും. അത് ഓർമ്മ ഉണ്ടായിരിക്കണം. അതേപോലെ ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചും
ബേസിക്കലായിട്ട് ഇത്രയും കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്സിജന് സിലിണ്ടറിന്റെ കളറും അതുപോലെ തന്നെ ആ ഹോസിന്റെ കളർ പൈപ്പ് ഉണ്ടാവും, സിലിണ്ടറിന്ന് ഗ്യാസ് കൊണ്ടുവന്ന ഹോസ്, ആ രണ്ട് സംഭവത്തിന്റെ കളറ് ബ്ലാക്കിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവും. ഓക്സിജന് ബ്ലാക്ക് കളറിലായിരിക്കും, അസറ്റ്ലീന്റെ സിലിണ്ടർ ആയാലും ഹോസിന്റെ ആയാലും കളറ് മറൂൺ കളറിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഈ ഫിഗർ നിങ്ങൾ നോക്കേണ്ടതില്ല, ഇവിടെ റെഡും ബ്ലൂ കളറിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ എക്സാമിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫിഗർ റെഫർ ചെയ്യാം. പക്ഷെ കളറ് നിങ്ങൾ ശ്രദ്ധിക്കണം, എക്സാമിന് കളർ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം വേറെ. ബ്ലാക്ക് കളറിലാണ് നമ്മൾ ഓക്സിജൻ സിലിണ്ടർ കൊടുക്കുക, ബ്ലാക്ക്. നമ്മള് മറൂണ്. ഗ്യാസ് വെൽഡിംഗ് എക്യുപ്മെന്റ് ചോദിച്ചിട്ടുണ്ട്, എന്തെല്ലാം എക്യുപ്മെന്റുകളാണ് ഗ്യാസ് വെൽഡിങ്ങിന് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ള കാര്യം. ഈ ഫ്ലെയിമിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഇതില് ന്യൂട്രൽ ഫ്ലെയിം, കാർബറൈസിംഗ് ഫ്ലെയിം, ഓക്സിഡൈസിംഗ് ഫ്ലെയിം എന്നിങ്ങനെ 3 ഫ്ലെയിമുകളാണ് പ്രധാനമായിട്ടുള്ളത്. അതിലെ ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറയുമ്പോൾ അതിന്റെ രണ്ടിന്റെയും പ്രൊപ്പോർഷൻ, അതിന്റെ എന്ന് പറയുമ്പോൾ ഓക്സിജനും അസിറ്റിലിക് ഗ്യാസ്, ഈ 2 സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് രണ്ടിന്റെയും പ്രൊപ്പോർഷൻ ഈക്വൽ ആയിരിക്കും, ഒരേ രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫ്ലെയിം ന്യൂട്രൽ ഫ്ലെയിം ആയിരിക്കും. ഇനി കാർബറൈസിംഗ് ഫ്ലെയിം, ഇതിന്റെ പ്രൊപ്പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് 0.9:1. ഒരു എക്സാമ്പിൾ കൊടുത്തതാണ്. ഇപ്പൊ ഇവിടെ കൂടുതലായിട്ടുള്ളത് കാർബറൈസിംഗ്, അതായത് അസിറ്റിലിക് ഗ്യാസ് ആണ് കൂടുതലുള്ളത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് കാർബറൈസിംഗ് ഫ്ലെയിം ആയിരിക്കും. അതാണ് കാർബറൈസിംഗ് ഫ്ലെയിമിന്റെ പ്രത്യേകത. ഇതിന്റെ കുറച്ച് കണ്ടന്റുകളുടെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്സിഡൈസിംഗ് ഫ്ലെയിം, അപ്പൊ ഇവിടെ കൂടുതലുള്ള ഓക്സിജന്റെ അളവായിരിക്കും, അതാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഓക്സിഡൈസിംഗ് ഫ്ലെയിം. ഈ 4 ഫ്ലെയിം ഉൾപ്പെടുത്തിയിട്ട്, ന്യൂട്രൽ ഫ്ലെയിം അടക്കം ഉൾപ്പെടുത്തിയിട്ട് ഒരു വിശദീകരണം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുക. 3 ഫ്ലെയിം ചോദിക്കാറുണ്ട്, പല ആവർത്തി ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഫ്ലെയിമിന്റെ ഫിഗർ വരച്ചിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. മറ്റൊരു ടൈപ്പ് വെൽഡിംഗ് രീതിയാണ് തെർമിറ്റ് വെൽഡിംഗ്. നമ്മൾ റെയിൽവേ ട്രാക്കിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് തെർമിറ്റ് വെൽഡിംഗ്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അലുമിനിയം, അതേപോലെ അയൺ ഓക്സൈഡ്, അലുമിനിയം അയൺ ഓക്സൈഡ് ആണ് കണ്ടന്റുകൾ ഇവിടെ ഉണ്ടാവുക. അലുമിനിയം അയൺ ഓക്സൈഡ് കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അയണും അലുമിനിയം ഓക്സൈഡും ആയി മാറി, ഇതിന്റെ കെമിക്കൽ റിയാക്ഷന്റെ ഭാഗമായിട്ട് ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി ഹീറ്റും രൂപപ്പെടുന്നുണ്ട്. അത്രയും ക്വാണ്ടിറ്റി ഹീറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് മോൾട്ടൻ രൂപത്തിലോട്ട് മാറും. അലുമിനിയം ഓക്സൈഡ് സ്ലാഗ് മേലുണ്ട്, അത് റിമൂവ് ചെയ്ത് കളയാൻ. അങ്ങനെ ഇങ്ങനെ മോൾട്ടൻ സ്റ്റേജ് ഇങ്ങോട്ട് പോകുന്നു, നമ്മളിവിടെ ആവശ്യമുള്ളിടത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അങ്ങനെ വെൽഡ് ചെയ്തെടുക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ജോയിൻ ചെയ്തെടുക്കുന്ന രീതിയാണ് തെർമിറ്റ് വെൽഡിംഗ് പ്രോസസ്സിൽ നടക്കുന്നത്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ നമ്മൾ ഫർണസ് ഒന്നല്ല കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഫർണസിന്റെ പകരം നമ്മളിവിടെ ഫർണസ് നമുക്ക് അവിടെ ആവശ്യം വരുന്നില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അലുമിനിയോ അയൺ ഓക്സൈഡും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനം നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അത്രയും ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് രൂപപ്പെടുത്താൻ പറ്റുന്നത്. അതേപോലെ തന്നെ അവിടെ അയൺ ഓക്സൈഡ് അയണായി മാറി, അതേപോലെ അലുമിനിയം ഓക്സൈഡും ചേർന്നിട്ട് അലുമിനിയം ഓക്സൈഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. വെൽഡിംഗ് ജോയിന്റ്സ്, വെൽഡിംഗ് പൊസിഷൻ പോലെ തമ്മിൽ മാറിപ്പോവാൻ നല്ല സാധ്യതയുള്ള കൂടി ആയിട്ടുള്ള ഒരു കാര്യമാണ്. വെൽഡിംഗ് പൊസിഷനും വെൽഡിംഗ് ജോയിന്റ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. വെൽഡിംഗ് ജോയിന്റ്സിന്റെ ഏത് രീതിയിലൊക്കെയാണ് നമ്മൾ വർക്ക് പീസിനെ അല്ലെങ്കിൽ വർക്കിനെ ഫിക്സ് ചെയ്യുന്നത്, അതിനെയാണ് വെൽഡിംഗ് ജോയിന്റ്സ് എന്ന് പറയാം. വെൽഡിംഗ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് വെൽഡ് ചെയ്യുന്നത്, അതാണ് വെൽഡിംഗ് പൊസിഷൻ. ഇവിടെ നമ്മൾ വെൽഡിംഗ് ജോയിന്റ്സ് ആണ്, ബട്ട് ജോയിന്റ്, കോർണർ ജോയിന്റ്, ലാബ് ജോയിന്റ്, ടീ ജോയിന്റ് ആൻഡ് എഡ്ജ് ജോയിന്റ് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോയിന്റുകളുണ്ട്. ഫിഗർ വരച്ച് വിശദീകരണം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പഠിക്കാം. അതേപോലെ ഇതിന്റെ ടെർമിനോളജി, ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത്രയും പറഞ്ഞത് നോൺ പ്രഷർ വെൽഡിംഗ് ആയിരുന്നുവെങ്കിൽ ഇതിന് ബാക്കിയായിട്ട് വരുന്നതാണ് പ്രഷർ വെൽഡിംഗ്. പ്രഷർ വെൽഡിംഗിൽ റെസിസ്റ്റൻസ് വെൽഡിംഗ് ആണ് പ്രധാനമായിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. റെസിസ്റ്റൻസ് വെൽഡിംഗ് ഉണ്ടെങ്കിൽ അവിടെ ഹീറ്റ് രൂപപ്പെടുത്തുന്നത്, ചെറിയ ക്ലാസ്സിൽ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, H=I²RT. റെസിസ്റ്റൻസ് കാരണം നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് സപ്ലൈ ചെയ്യുമ്പോൾ ഹീറ്റ് രൂപപ്പെടുത്താൻ പറ്റും. ബേസിക് ആയിട്ടുള്ള കാര്യം ബേസിക് ആയിട്ടുള്ള രീതി പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അതിൽ ഫസ്റ്റത്താണ് റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ റെസിസ്റ്റൻസ് കാരണം പ്രഷർ എക്സൈറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ നമ്മൾ
വർക്കിനെ അല്ലെങ്കിൽ വർക്ക് പീസിനെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ രീതിയാണ് ഇവിടെ സംഭവിക്കുന്നത്. സ്പോട്ട് വെൽഡിങ് അതിൽ പെട്ടതാണ് സ്പോട്ട് വെൽഡിങ്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഫിഗറാണ്. ഈ ഫിഗറും ഇതിന് പറ്റുന്ന ഒരു എക്സ്പ്ലനേഷനും ഇവിടെ കൊടുത്ത കാര്യങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യാം കേട്ടോ. പ്രൊജക്ഷൻ വെൽഡിങ് സിമിലർ ടു സ്പോട്ട് വെൽഡിങ് ആണ്, പക്ഷെ കുറച്ചുകൂടി ജോയിന്റുകളൊക്കെ ഉണ്ടാവും. സീം വെൽഡിങ്ങിന് ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പർ ഇലക്ട്രോഡ് വീല്, ലോവർ ഇലക്ട്രോഡ് വീൽ, രണ്ട് ഇലക്ട്രോഡ് വീലുകൾക്കിടയിലൂടെയാണ് നമ്മൾ ഇതിനെ കടത്തിവിടുന്നത്, വെൽഡിംഗ് പ്ലേറ്റുകളെ കടത്തിവിടുന്നത്. വെൽഡിംഗ് ഡിഫക്റ്റുകൾ അല്ലെ, കാസ്റ്റിംഗ് പറഞ്ഞപ്പോൾ കാസ്റ്റിങ്ങിന് ഒരുപാട് ഡിഫക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വെൽഡ് ചെയ്യുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ഡിഫക്റ്റുകൾ ഉണ്ട്. അപ്പൊ അതിൽ പെട്ടതാണ് വെൽഡ് ക്രാക്കുകൾ വരാം, അണ്ടർ കട്ട് വരാം, ചെറിയ നേരെ ഗ്രൂവ്സ് ഒക്കെ ഫോം ചെയ്യാണ്. പോറോസിറ്റി അല്ലെങ്കിൽ ബ്ലോ ഹോൾസ്, ചെറിയ ചെറിയ സുഷിരങ്ങൾ, ഹോളുകൾ പോറസ് ഫോം ചെയ്യും. സ്മോൾ ഹോൾസ്, സ്പാറ്റസ് ഇതേപോലെ തെറിച്ചു പോകും. നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്ന സംഭവങ്ങൾ ചിപ്പിംഗ് ഹാമർ ഉപയോഗിച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്യാറുണ്ട്. സ്പാറ്റേഴ്സ്, ഓവർലാപ്പ് അല്ലെ, എക്സസ് ആയിട്ട് വരുന്നത്. സ്ലാഗ് ഇൻക്ലൂഷൻ, വേസ്റ്റ് കണ്ടന്റ് കൂടി ഇൻക്ലൂഡ് ആയിട്ട് വരിക. ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ, ഇതുപോലെ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഫ്യൂഷന് സാധ്യമാവാതിരിക്കുക. ഇൻകംപ്ലീറ്റ് പെനട്രേഷൻ, അതുപോലെ ബേൺ ത്രൂ, അൺഫില്ലഡ്, ആവശ്യത്തിന് ആവാത്ത ഒരു അവസ്ഥ വരിക. ടു ലിറ്റിൽ വെൽ, എക്സസ് റീഇൻഫോഴ്സ്മെന്റ്, കൂടുതലായിട്ട് വരുന്നത്, റീഇൻഫോഴ്സ്മെന്റ് കൂടുന്നത്. ഡിസ്റ്റോഷൻ, വെൽഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബെൻഡായി വളഞ്ഞു പോകാനൊക്കെ സാധിക്കും. മിസ് അലൈൻമെന്റ് തെറ്റി പോകുന്നുണ്ട്. മിസ് അലൈൻമെന്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലീനിയർ മിസ് അലൈൻമെന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ടങ്സ്റ്റൺ ഇൻക്ലൂഷൻ, വെൽഡ് ചെയ്യുന്ന സമയത്ത് ടങ്സ്റ്റൺ ഇൻക്ലൂഡ് ചെയ്ത് പോവാം. ബ്രേസിംഗ് ആൻഡ് സോൾഡറിങ്, ഇപ്പൊ വെൽഡിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട രണ്ട് രീതിയിലുള്ള ജോയിനിങ് പ്രോസസ്സുകളാണ് ബ്രേസിംഗും അതുപോലെ തന്നെ സോൾഡറിങ്. സോൾഡറിങ് നമ്മൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കണക്ഷൻസും കാര്യങ്ങളും ജോയിൻ ചെയ്തെടുക്കാനും പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലീക്ക് പ്രൂഫിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അതിന്റെ ചെറിയൊരു ഇലക്ട്രിക്കൽ വയറിംഗിൽ അല്ലെങ്കിൽ ജോയിനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമ്പോസിഷൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബിലോ 450 ഡിഗ്രിയിലായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഫ്ലെക്സ് ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ബ്രേസിംഗ് കുറച്ചും കൂടി കോപ്പർ ട്യൂബുകൾ കാര്യങ്ങൾ ജോയിൻ ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ജോയിനിങ് രീതിയാണ് ബ്രേസിംഗ്. ഇവിടെ നമുക്ക് ബ്യൂട്ടൈൻ ഗ്യാസ് അല്ലെങ്കിൽ ഏത് ഗ്യാസ് വേണം, ബ്യൂട്ടൈൻ ഗ്യാസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഫ്ലെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ സിൽവർ റോഡ്, ഒരു ഫില്ലർ മെറ്റീരിയൽ ആവശ്യമുണ്ട്. ഇതൊരു കോപ്പർ ബ്രേസ് ചെയ്യുന്ന ഒരു ഇമേജാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ നമുക്ക് ഫില്ലർ മെറ്റീരിയൽ ആവശ്യമുണ്ട്, ഫ്ലെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാസും ആവശ്യമുണ്ട്. സാധാരണയായിട്ട് റെഫ്രിജറേഷൻ സിസ്റ്റങ്ങളിലൊക്കെ ജോയിന്റ്സ്, കോപ്പർ ട്യൂബുകളൊക്കെ ജോയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബ്രേസിംഗ്. ബ്രേസിംഗിന്റെ അവിടെ ബ്യൂട്ടൈൻ ഗ്യാസും സിൽവർ റോഡുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ കൂടെ പറയാനുള്ള കാര്യം, ഒന്നാമത്തെയും മൂന്നാമത്തെയും മൊഡ്യൂൾ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അല്ലെങ്കിൽ വളരെ വിശദമായിട്ട് തന്നെ കൃത്യമായിട്ട് തന്നെ പഠിക്കുക. പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടുപഠിക്കുക. പല ആവർത്തി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ രണ്ട് മൊഡ്യൂളുകളിൽ നിന്നായിട്ട് ചോദിക്കുന്നുണ്ട്, ഒന്നാമത്തെയും മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന്. അപ്പൊ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് നിങ്ങളെല്ലാവരോടും ആശംസിക്കുകയാണ്. താങ്ക് യു.